നമസ്കാരം. പ്രധാന വാർത്തകൾ. CAA-ക്കെതിരെ കോൺഗ്രസ് ആത്മാർത്ഥമായി അണിനിരന്നിട്ടില്ല. പ്രക്ഷോഭം നടക്കുമ്പോൾ രാഹുൽ വിദേശത്ത്. മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു. ഓൺലൈൻ വഴി വാങ്ങിയ പാൽ കേടായി തിരിച്ചു നൽകിയപ്പോൾ 65-കാരിക്ക് നഷ്ടമായത് 77,000 രൂപ. വാർത്തകൾ വിശദമായി. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CAA-ക്കെതിരെ കോൺഗ്രസ് ആത്മാർത്ഥമായി അണിനിരന്നിട്ടില്ല. പ്രക്ഷോഭം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്താണ്. കോൺഗ്രസ് കുറ്റകരമായ മൗനം പാലിച്ചു. സമരത്തിന്റെ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് ആനി രാജ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ബഹുജന പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമത്തിനെതിരെ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി. എന്നാൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ആദ്യം കേരളത്തിൽ CAA-ക്കെതിരെ കോൺഗ്രസ് അണിനിരന്നു. പിന്നീട് ഈ നിലപാട് മാറ്റി. രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടിന് വ്യത്യസ്തമായാണ് കേരളത്തിലെ കോൺഗ്രസ് CAA-ക്കെതിരെ നിലപാടെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പരാതിയിൽ ഇടപെടാനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനായുള്ള കരട് മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്നു. കേന്ദ്ര ഏജൻസികൾക്കും സർക്കാരിനും മാർഗനിർദ്ദേശം നൽകാൻ നീക്കമുണ്ട്. കോൺഗ്രസും ആം ആദ്മിയും അടക്കമുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കം നടക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും നിഷ്പക്ഷ സമീപനം ഉണ്ടാകുന്നില്ലെന്നുമായിരുന്നു പരാതി. ഈ പശ്ചാത്തലത്തിൽ വിഷയം ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത്. ഏജൻസികളുടെ നടപടികളിൽ ഇടപെടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടനാപരമായ പരിമിതികളുണ്ട്. അതിനാൽ മാർഗനിർദ്ദേശം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. ഓൺലൈൻ വഴി കേടായ പാൽ ലഭിച്ചതിന് പിന്നാലെ തിരിച്ചു നൽകാൻ ശ്രമിച്ച 65-കാരിക്ക് നഷ്ടമായത് 77,000 രൂപ. മൈസൂരുവിലാണ് സംഭവം നടന്നത്. 65-കാരിയായ സ്ത്രീ ഈ മാസം 18-നാണ് ഒരു ഓൺലൈൻ ഗ്രോസറി പ്ലാറ്റ്ഫോമിൽ നിന്ന് പാൽ വാങ്ങിയത്. പാൽ കേടായെന്ന് കണ്ട് തിരിച്ചു നൽകാനായ ഓൺലൈൻ വിൽപ്പന ആപ്പിൽ നിന്നും കസ്റ്റമർ കെയർ നമ്പർ തിരഞ്ഞെടുത്ത് വിളിക്കുകയായിരുന്നു. തുടർന്ന് പലചരക്ക് പ്ലാറ്റ്ഫോമിന്റെ എക്സിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞ് ഫോൺ എടുത്തയാൾ UPI രഹസ്യ നമ്പർ അടക്കം ചോദിച്ചറിഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായപ്പോഴാണ് തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലായത്. തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.